അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഓട്സ് വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓട്സ് ഓംലെറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. 5 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഒരു പിടി മല്ലിയില, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു തക്കാളി, ചില്ലി ഫ്ലേക്സ്, ഒരു കപ്പ് ഓട്സ്, ആവശ്യത്തിന് ഉപ്പ്. എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, നമുക്ക് അതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും തക്കാളിയും ചില്ലി ഫ്ലേക്സും മല്ലിയിലയും പച്ചമുളകും എല്ലാം കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കൊരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ചൂടായി വരുമ്പോൾ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മളെ കയ്യിലുള്ള ബാറ്റർ നമുക്കിതിലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 എണ്ണാക്കിയിട്ടാണ് പകുതിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചു. നമ്മളൊരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സൈഡൊന്ന് എടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് കമഴ്ത്തി കൊടുക്കാം. ഇനി മറ്റു ഭാഗം ഒന്നും കൂടി പാനിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക്